ഞാൻ നേരത്തെ പോയ ക്ലിനിക്കിൽ അലൈനേഴ്സിന് ഇത്രയും കാശുണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര കോസ്റ്റ് കൂടുതൽ? ഈ അലൈനർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് നടക്കുന്ന പല പേഷ്യൻസും നമ്മളോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം പല സ്ഥലങ്ങളിലും ഇതിന്റെ കോസ്റ്റ് വേരി ചെയ്യും. എന്തുകൊണ്ടാണ് അലൈനേഴ്സിന്റെ കോസ്റ്റ് ഇച്ചിരി കൂടുതലാവുന്നത്? എന്തുകൊണ്ടാണ് സാധാരണ പല്ല് കമ്പി ഇടുന്നതിനേക്കാളും ഇതിന് കോസ്റ്റ് കൂടുന്നത്? ഓക്കെ, ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അലൈനർ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ട്രേ മാത്രമല്ല. ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടും 3D പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും ഇതിന് ഒത്തിരി ടെക്നോളജി യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇത് ടെക്നോളജി മാത്രമാണോ? അല്ല. ഒരു ഡോക്ടറുടെ എക്സ്പെർട്ടീസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഒരു പേഷ്യന്റ് ഉള്ളപ്പോൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതായത് ഈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഇതിന് കിട്ടുമോ എന്നുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടീസും കൂടെ ഉപയോഗിച്ചാൽ മാത്രമാണ് ഇതിന്റെ ഒരു പ്രോഗ്നോസിസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് എന്തായിരിക്കും ഔട്ട്കം, എത്ര നന്നായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രോസസ്സിന് തന്നെ ഒരു സ്പെഷ്യലിസ്റ്റിന്റെയും ടെക്നോളജിയുടെയും എക്സ്പെർട്ടീസ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ പേ ചെയ്യുന്നത് ജസ്റ്റ് ഈ ഒരു പ്ലാസ്റ്റിക് ട്രേക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾ പേ ചെയ്യുന്നത് ഒരു ഹൈ എൻഡ് ടെക്നോളജിക്കും ഒരു ഹൈ എൻഡ് എക്സ്പെർട്ടീസിനും കൂടെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ അലൈനേഴ്സിന്റെ കോസ്റ്റ് സാധാരണ ട്രീറ്റ്മെന്റുകളെക്കാളും കുറച്ച് കൂടുതലായിട്ട് വരുന്നത്.